വിവിധ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നിറസാന്നിധ്യത്തിലാണ് മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ഇത്തവണ വികസന സമിതി യോഗം ചേർന്നത്. തെരുവനായ ശല്യം, റോഡിലെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യൽ, അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റൽ, ജൽജീവൻ മിഷൻ പൈപ്പ് പൊട്ടൽ തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ചർച്ച ചെയ്തു. തെരുവുനായകളെ കൊല്ലാൻ ഉത്തരവ് വന്നെങ്കിലും പെട്ടെന്ന് നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നും വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പറഞ്ഞു. നിയന്ത്രണത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ഷെൽട്ടർ ഹോമുകളില്ലാത്തതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിൽ അതിന് ഷെൽട്ടർ പണിയാൻ പറ്റുന്ന അവസ്ഥകൾ ഉണ്ടാവില്ല. ഒരു മാലിന്യത്തിന്റെ മിനിയം ഷെഫ് പോലും സ്ഥാപിക്കാൻ ആളുകൾ അത് കൊണ്ടുപോയി വെച്ചാൽ അത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന ലോകത്താണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു തെരുവുനായകളെ പിടിച്ച് ഷെൽട്ടർ ഹോം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള സ്ഥലം സൗകര്യങ്ങളൊന്നും മിക്ക പഞ്ചായത്തുകളും ഉണ്ടാവില്ല. അപ്പൊ അതിന് അനുയോജ്യമായ ബ്ലോക്ക് തലത്തിലോ മറ്റോ കഴിഞ്ഞ യോഗത്തിൽ ഇവിടെ പറയുണ്ടായി, ഞാൻ തന്നെ പറഞ്ഞത് ഓമലൂർ പഞ്ചായത്ത് മറ്റോ സ്ഥലം കണ്ടെത്തിയിട്ടെന്നും ഒക്കെ ജില്ലാതല കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ നടപടിക്രമങ്ങളൊന്നും ഇതുവരെ എത്തിക്കണ്ടില്ല. ഈ പട്ടാമ്പി ബ്ലോക്ക് പരിധിയിലുള്ള പഞ്ചായത്തുകൾക്കെങ്കിലും അങ്ങനെയുള്ള ഒരു സൗകര്യപ്രദമായ സ്ഥലം അടിയന്തരമായി കണ്ടെത്തിയിട്ട് അതിന്റെ ഷെൽട്ടർ ഹോം പണിയുന്നതിനുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് ആളുകൾ പുറത്തിറങ്ങാൻ തന്നെ കുട്ടികളെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കാനും അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് പോലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മെമ്പർമാരും ഒക്കെ പൊതുവെ ജനപ്രതികൾക്കൊക്കെ രാവിലെ മുതൽ വരുന്ന വിളികള് ഇതാണ്. മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്ന കുട്ടികളെ 4 നായ്ക്കളോ 5 നായ്ക്കളോ ഓടിച്ചിട്ടു അങ്ങനെയുള്ള പരാതികളാണ്. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായി കല്ല് മണ്ണ് ഖനനം നടക്കുന്നതായും ജനങ്ങളുടെ ജീവന് സംരക്ഷണം ഉറപ്പാക്കാനുള്ള നടപടി വേണമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മയിൽ വിളയൂരും കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സലയും യോഗത്തിൽ ആവശ്യപ്പെട്ടു. മണ്ണ് കൂലയായി അത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ വേണ്ട പ്രക്ഷോഭം നടത്തി. അപ്പോൾ അവര് നമുക്കൊരു പുകമറ ഇടുന്ന പോലെ കുറച്ച് മണ്ണ് മാറ്റി ഇപ്പോഴും മണ്ണ് അവിടെ കിടക്കുകയാണ്, ഒന്നും ആയിട്ടില്ല. പക്ഷെ അത് മാറ്റുന്നവരേക്കും നമ്മള് പിന്നാലെ തന്നെ ഉണ്ടാവുമെന്ന് ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പ്രസിഡന്റ് എന്ന നിലയ്ക്കും ഞാനും അവരുടെ കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് കാണുമ്പോ എവിടേക്കാണ് നിയമം പോകുന്നത്, എവിടേക്കാണ് ഉദ്യോഗസ്ഥര് പോകുന്നത് എന്ന് ജിയോളജി വകുപ്പൊക്കെ വന്ന് നോക്കി പറഞ്ഞു പോകുമ്പോ നമ്മൾക്കൊരു പ്രതീക്ഷ ഉണ്ട് ഇത് നടക്കുമെന്ന്. പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊക്കെ മങ്ങലേറ്റുകൊണ്ടാണ് ഇപ്പോ പദ്ധതികൾ നടന്നു പോകുന്നത്. അതിൽ വല്ലാത്ത വിഷമമുണ്ട്. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ട്രാഫിക് ബ്ലോക്കാണ് കൊപ്പത്തുള്ളത്. അത് വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി രാംദാസ് മാസ്റ്റർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി മണി, വി ജമീല, ടി വി നിഷ, കെ ശശിരേഖ, തഹസിൽദാർ ടി സുജിത്, ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.